CPM-ഉം CPI-യും തമ്മിലുള്ള ഇഷ്ടക്കേടുകളും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവര് CPM-നെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ പങ്കാളികളാവാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് CPI എടുത്തു. പക്ഷേ CPI-യോടോ മറ്റു ഘടകകക്ഷികളോടോ മന്ത്രിസഭയോടോ ഇടതുമുന്നണിയോടോ ആലോചിക്കാതെ അതിനു മുമ്പ് തന്നെ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാവാൻ സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിൽ നിന്ന് പിന്മാറണമെന്ന് ശാഠ്യം പിടിച്ചു CPI. യാതൊരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഒടുവില് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ CPM കീഴടങ്ങി. CPI-യുടെ മുമ്പിൽ കീഴടങ്ങി. അത് ചരിത്രത്തിൽ എതിരില്ലാത്ത കാര്യമാണ്. എപ്പോഴും CPI-യുടെ മേൽ വിജയം ആഘോഷിക്കുന്നത് CPM ആയിരുന്നു. പക്ഷെ ഇത്തവണ കീഴടങ്ങേണ്ടി വന്നു. പക്ഷെ അവിടെയും CPI-യെ ഒന്ന് കൊച്ചാക്കാനുള്ളൊരു ശ്രമം പിന്നീടുണ്ടായി. ഇത് സംബന്ധിച്ച തീരുമാനം കേന്ദ്ര ഗവൺമെന്റിനെ രേഖാമൂലം അറിയിക്കണമെന്ന് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു കത്ത് തയ്യാറായതാ. പക്ഷെ 2 ആഴ്ചയായിട്ടും ആ കത്ത് അയക്കാൻ CPM അല്ലെങ്കിൽ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടാക്കിയില്ല. 2 ആഴ്ച ഒരു കത്ത് തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കാൻ. ഇതിനിടയ്ക്ക് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഡൽഹിയിലെത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് പോലും ആ കത്ത് അവിടെ എത്തിച്ചില്ല. കത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന് ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വന്നു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് CPI മന്ത്രിമാര് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ ആശങ്ക അറിയിച്ചു. എന്തുകൊണ്ടാണ് ഈ കത്ത് അയക്കാതിരിക്കുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചു. അപ്പോഴാണ് ഈ 2 ആഴ്ചയ്ക്ക് ശേഷം കത്ത് അയക്കാൻ, കേന്ദ്രത്തിലുള്ള കത്ത് ഡൽഹിയിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്.